ആൻഡ് വെൽക്കം ടു എഫ്എം സോൺ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോഗോറിതം വെച്ചിട്ട് ഫയലുകൾ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പൈത്തണിൽ ഉണ്ടാക്കാൻ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഫ്ലോഗോറിതത്തിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഫ്ലോഗോറിതം ടൈപ്പ് ചെയ്യുക. ഓക്കെ, എൻട്രി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കിട്ടിയ വിൻഡോയില്ലേ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നതിന് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫസ്റ്റ് ഈ ആഡ് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഫയൽസ് കണ്ടാൽ, അപ്പോൾ ഈ ഫയൽസിൽ പോയിട്ട് ഈ ഓപ്പൺ ഓപ്ഷൻ കൊടുക്കാം. ഓപ്പൺ ഓപ്ഷൻ കൊടുത്തിട്ട് റൈറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കുക. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കണം എന്തായിരിക്കും. ഇപ്പോൾ hello.txt എന്നുള്ളത് .txt എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനാണ്. അത് ഈ കമ്പ്യൂട്ടറിന് ടെക്സ്റ്റ് ഫയലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി റൈറ്റ് അവിടെ കണ്ട റൈറ്റ് കൊടുക്കാം. അത് എന്താ റൈറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. ഇപ്പോൾ ഹലോ എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. പിന്നെ ക്ലോസ് കൊടുക്കാം. ക്ലോസ് ഇവിടെ റീഡ് മാറ്റി റൈറ്റ് ആക്കാം. ഇനി നമുക്കിത് റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സേവ് ചെയ്യണം. കാരണം സേവ് ചെയ്ത ഫോൾഡറിൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഫയൽ എന്ന് പറഞ്ഞ കൊടുക്കാം. ഇപ്പോൾ ഫയൽ എന്ന് പറഞ്ഞ് സേവ് ആയി. ഇനി നമ്മുടെ ഫ്ലോഗോറിതത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി അവിടെ ഫയൽ വേണ്ട. ഇനി നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹലോ എന്ന് പറഞ്ഞ സംഭവം കണ്ട. അപ്പം നമ്മളത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ആവും. ഹലോ എന്ന് വന്നു. ഇപ്പം ഇങ്ങനെയാണ് ഫയൽ ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല ഇപ്പോൾ ഈ ടെക്സ്റ്റ് മാറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ പൈത്തൺ നോക്കിയാലോ. ഇപ്പോൾ hello.txt എന്ന് പറഞ്ഞ് hello.py കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ഹെലോ കൊടുക്കാം. ഇത് അടുത്തായിട്ട് തന്നെ നമ്മുടെ പൈത്തൺ വീഡിയോ വരും. ഇനി ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ചാൽ മതി. എന്നാലും ഞാൻ ഡബിൾ കോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഒരു ശീലം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെറുതെ ഹെലോ എന്ന് പറഞ്ഞു ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് അടിക്കാം. പിന്നെ നമുക്ക് ഇത് സേവ് ചെയ്യാം, റൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് പോവാം. ഹലോ എന്ന് പറഞ്ഞു. നമുക്കിത് ഇവിടെ എങ്ങനെ കിട്ടില്ല. അതാണ് നമുക്കൊരു ഐഡിൽ എടുക്കാം. ഐഡിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അടുത്ത വീഡിയോ വരാൻ പോകുന്ന അതിനെക്കുറിച്ചാണ്. ഓക്കെ, ഐഡിയിൽ വന്നു. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഫ്ലോഗോറിതം എടുത്തിട്ട് ഈ ഹലോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് റൺ ചെയ്യാം. ഇപ്പോൾ ഹലോ എന്ന് വന്നില്ലേ. ഇത് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം ഐഡിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അല്ലാതെ തന്നെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ CMDയിലേക്ക് പോവാം, കമാൻഡ് പ്രോംപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പവർഷെൽ ആയാലും മതി. ഞാനിവിടെ പൈത്തൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിങ്ങനെ വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്, അതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ pip ഇൻസ്റ്റാൾ പൈത്തോൺ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി കൊടുത്തേക്കണതാണ്. ഇത് ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പൈത്തൺ നമ്മൾ CD കൊടുക്കണം. CD ഡെസ്ക്ടോപ്പ് നിങ്ങൾ എവിടെ സേവ് ചെയ്തേക്കണേ അങ്ങനെ കൊടുക്കണം. ഇത് പൈത്തൺ ഇല്ലാത്തവർക്കാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പൈത്തൺ ഐഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഇങ്ങനെ ചെയ്യാം. മാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോയുടെ പൈത്തൺ കാണിക്കാനായിട്ടാണ്. ഇത്രയും പോകുമൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൻഡ് ചെയ്തിട്ട് ഇച്ചിരി കാണരുത്. ഞാൻ വെറുതെ ചെയ്യുന്നതെന്നുള്ളൂ. ഡെസ്ക്ടോപ്പ്
ഓക്കെ പൈത്തൺ പൈത്തൺ 3 hello dot py python program no such direct പൈത്തോൺ എന്ന് കൊടുത്താൽ മതി. പൈത്തോൺ 3 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പൈത്തോൺ 3 ഹെലോ ഡോട്ട് പൈ. ഓക്കെ, ഹെലോ എന്ന് വന്നില്ലേ? അപ്പോൾ അത് റൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് പലതും വേണമെങ്കിൽ ഇപ്പോൾ C++ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈത്തൺ കോഡ് ഉണ്ടാക്കുന്ന ഒരിക്കലും കൺവീനിയൻ്റ് അല്ല. കാരണം ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ഓഫ് ഒരു സംഭവം, ഇപ്പോൾ ഒരു വലിയ പൈത്തൺ കോഡ് ഫ്ലോഗർ നിങ്ങൾ ഉണ്ടാക്കില്ല എന്നാലും പറയാം. ഇപ്പോൾ ചിലർക്ക് ഡബിൾ കോഡ്സ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സിംഗിൾ കോഡ്സ് വരാനായിട്ട് നമ്മൾ ഡബിൾ കോഡ്സ് ഉപയോഗിക്കും. പിന്നെ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സ് വരാനായിട്ട് നമ്മൾ സിംഗിൾ കോഡ് ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ പ്രിന്റ് ഇവിടം വരെ വരും, ഇവിടെ ആവില്ല. പിന്നെ അതായത് ഇതൊരു എക്സ്പ്രഷൻ അല്ല. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിന്റ് അതൊന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് അല്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് അല്ല. എന്താ കാരണം ഇവരെന്ത് വിചാരിക്കുന്നു അറിയോ? ഇപ്പോൾ ഈ ഡബിൾ കോഡ്സ് സ്റ്റാർട്ടിങ്, ഈ ഡബിൾ കോഡ്സ് എൻഡിങ് നമ്മുടെ മനസ്സിലുള്ളത് ഇതിന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇതാണ് മെയിൻ ഉപയോഗം. നിങ്ങൾക്ക് ഇത് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ പൈത്തണിലേക്ക് കടക്കും. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.